അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശെ കാണിക്കുന്നേ? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ. ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ, കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. എനിക്ക് എടാ അപ്പൂപ്പ എന്നുള്ള വിളിയും അതുപോലെ തന്നെ തൈക്കിളവി എന്നുള്ള വിളിയും കേൾക്കുമ്പോൾ എന്തോ ഒരു തമാശ തോന്നുമല്ലേ? പക്ഷെ സംഗതി സീരിയസ് ആണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നത് ശാന്തിവിള ദിനേശനും രേണു സുധിയും തമ്മിലുള്ള ഒരു കോൾഡ് വാറാണ്. വെറും വാക്കേറ്റമൊന്നുമല്ല, ഇതിന് പിന്നിൽ വലിയൊരു പബ്ലിസിറ്റി അജണ്ട തന്നെയുണ്ട്. അതായത് ഇവർ രണ്ടുപേരും കൂടി മലയാളികളെ വെറുതെ വിഡ്ഢികളാക്കുകയാണോ എന്നുള്ള കാര്യം എന്തായാലും നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് തന്നെ നോക്കാം. ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശെ കാണിക്കുന്നേ? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിംഗ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു. മുൻപ് കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരുത്തി സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ ഗൾഫിൽ ചെന്ന് കമ്പനി കൂടി ശിവസ്ത്രീകളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണവന്മാർ കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണി ഊരിയെറി എന്നിട്ട് അങ്ങോട്ട് അമ്മാനെ നൃത്തം പാടും. ഇപ്പോ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവിടെ വേണ്ട, ചാനലുകൾക്കും വേണ്ട, ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഫിറ്റായതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക, ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുവിടാത്ത പെണ്ണുപിള്ള അറിഞ്ഞം പുറഞ്ഞങ്ങ് ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്, രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്. ഇപ്പോ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കിളവി ഇപ്പോ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കത്തിനും കാണിക്കാമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പൊ അവിടെ നിന്ന് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത്, എൻ്റെ പൊന്നു ദിനേശേ, അദ്ദേഹത്തിന്റെ മറ്റേ ലവളുണ്ടല്ലോ ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശെ കാണിക്കുന്നേ? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിംഗ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവൾക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റമാണത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കയറി കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ ഒരു മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാൻ ഒക്കില്ല. ദിവസവും കാറ് വാങ്ങിക്കുക, എന്നിട്ട് എടാ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. നിനക്കൊരു കാറ്. നിനക്ക് എത്ര കാളെ? എനിക്ക് 18. നിനക്കൊരു കാറ്. ഇനി അടുത്ത് വാങ്ങുന്ന കാലത്ത് എന്തൊക്കെ ആയിരിക്കും? ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേര് എന്നെ വിളിച്ചു പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോകില്ലേ? അപ്പൊ നിങ്ങൾ അതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. ഒരു അലവലാതി പെണ്ണ് വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുന്നു പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയും. ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി, അല്ലെങ്കിൽ ഗൾഫിൽ എല്ലുമുറിയെ പണിയെടുക്കുന്നവന്മാരുടെ പൈസ കൊള്ളയടിക്കാനായി. ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വാരഫലത്തിൽ പറയാമെന്ന് പറഞ്ഞോട്ടെ. അടുത്ത വാരഫലം എന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കാത്തിരിക്കണ്ട, ആ സ്റ്റില്ലും വീഡിയോ ഒക്കെ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് കൂടുതൽ വിശദമായി. ശാന്തിവിള ദിനേശൻ പുള്ളിയുടെ ലൈന് നമുക്ക് എല്ലാവർക്കും അറിയാലേ. ആരെന്ത് ചെയ്താലും അതെടുത്ത് പറയും.
സിനിമയിലെ അണിയറ രഹസ്യങ്ങൾ പറഞ്ഞിരുന്ന സാർ ഇപ്പോൾ റീൽസ് ലോകത്തിലേക്ക് ടോർച്ചടിച്ചിരിക്കുകയാണ്. അതായത് രേണു സുധി ദുബായിൽ പോയതും അവിടുത്തെ വീഡിയോകളും ഒക്കെ പുള്ളിക്ക് വലിയ പ്രശ്നമാണ്. പക്കൽ തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്. ശരിക്കും ഇവിടെ ഒരു ചോദ്യം ഉണ്ടിട്ടില്ല. ഒരു സ്ത്രീ എന്ത് ധരിക്കണം അല്ലെങ്കിൽ എവിടെ പോകണം എന്നത് തീരുമാനിക്കാനുള്ള അവകാശം ആ ഒരു വ്യക്തിക്ക് തന്നെയാണ്. അതിലൊരു മറു ചോദ്യം ചോദിക്കേണ്ട അവകാശം നമുക്കില്ല. ഇതിനെ സദാചാര പോലീസിംഗ് എന്ന് വിളിക്കേണ്ടി വരും. ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കി അത് ചർച്ചയാക്കുന്നത് എത്രത്തോളം മാന്യതയാണ് എന്നുള്ള കാര്യം നമ്മളിവിടെ ചിന്തിക്കണം. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരുപാട് വലിയ വിഭാഗമുണ്ടെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, അതായത് ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറയുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ അത് ബോറാണ്. ഇനി എന്തായാലും ഇതിന് മറുപടിയായിട്ട് നമ്മുടെ രേണു സുധിയും രംഗത്ത് വരുന്നുണ്ട്. രേണുവിന്റെ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഹായ് ഹലോ, രേണു സുധിയാണ്. എയർ തന്നെയാണ് എപ്പോഴും. എയറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എനിക്ക് അനുകൂലമായിട്ട് കുറേ വ്ളോഗേഴ്സ് ഉണ്ട്, കുറച്ച് പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് സജിന ചേച്ചിയുടെ വ്ളോഗ് ഞാൻ കണ്ടിരുന്നു. ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഞാൻ അറിയുന്നത് ഈ നെഗറ്റീവ് പറയുന്ന ഓരോ എന്നെ അനുകൂലമായിട്ട് പറയുന്ന വ്ളോഗിലൂടെയാണ് ഞാൻ നെഗറ്റീവ് കേൾക്കുന്നത്, അതായത് നെഗറ്റീവ് പറയുന്ന റിയാക്ഷൻസ് കേൾക്കുന്നത്. സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു സിനിമാക്കാരനാണ്, സോ ഞാൻ ഏറെ ബഹുമാനിക്കുന്നു. പക്ഷേ ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ, കുറേ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. എനിക്ക് നാണമില്ലേ? താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ, എടോ എനിക്ക് 34 വയസ്സേ ഉള്ളൂ, താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ നാണമാകുന്നില്ല അപ്പൂപ്പ താങ്കൾക്ക്? താൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന്, ഞാൻ തുണി പറിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ. താനെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടണം. രേണു സുധയുടെ കഴിഞ്ഞ ദിവസത്തെ ആൽബം വീഡിയോ നമ്മൾ കണ്ടല്ലോ. ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരധികം വൈറലാണ്. ശരിക്കും ഇവിടെ രേണു ഒരു ബ്രില്യന്റ് പ്ലെയർ തന്നെയാണ് കേട്ടോ. അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ അതിൽ തളരാതെ അത് വെച്ച് എങ്ങനെ റീച്ച് കൂട്ടാം എന്നാണ് രേണു നോക്കുന്നത്. ശാന്തിവിള അപ്പൂപ്പൻ എന്നൊക്കെ വിളിച്ച് പ്രകോപിക്കുന്നുണ്ട്. അതുപോലെ വിവാദമായിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ട് വീണ്ടും വീഡിയോകൾ ചെയ്യുന്നു. സത്യത്തിൽ രേണു ചെയ്യുന്നത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി തന്ത്രമാണ്. കൊല്ലം സുധി എന്ന പ്രിയ കലാകാരന്റെ ഭാര്യ എന്നുള്ള ഇമേജ് വിട്ട് ഒരു ഗ്ലാമർ ഐക്കൺ ആകാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ ഉണ്ടാകും. എന്നാൽ ആ വിമർശനങ്ങളെ സഭ്യമായിട്ടുള്ള രീതിയിൽ നേരിടുന്നതിന് പകരം കൂടുതൽ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞും ലൈവ് വരുന്നതും എന്തിനാണ്? ശരിക്കും പണവും റീച്ചും മാത്രം മതിയോ? അല്ല, മര്യാദയും വേണം. ഇത് തന്നെയാണ് നാട്ടുകാരും ചോദിക്കുന്നത്. ഇവിടെ രണ്ടുപേരും കൂടി സോഷ്യൽ മീഡിയയിൽ അടികൂടുമ്പോൾ ലാഭം ആർക്കാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വ്യൂസ് ആണ്. ഇവിടെ ശാന്തിവിളയുടെ ചാനലിനും വ്യൂസ് കൂടുന്നു, അതുപോലെ രേണുവിന്റെ പേജിനും റീച്ച് കൂടുന്നു. രണ്ടും ലക്ഷങ്ങളുടെ വരുമാനത്തിലേക്ക് വഴിവെക്കുന്നു. ശരിക്കും നമ്മളിത് കണ്ട് തല്ലുകൂടുമ്പോൾ ഇവർ അവിടെ ബിസിനസ് നടത്തുകയാണ് ചെയ്യുന്നത്. പുതിയ തലമുറയ്ക്ക് ഇത് എന്ത് മാതൃകയാണ് നൽകുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ടല്ലേ. തെറിവിളിക്കുന്നതും മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതുമാണ് ഹീറോയിസം എന്ന് കുട്ടികൾ കരുതിയാലോ? അതുപോലെ തന്നെ രേണുവിന്റെ മറുപടികളിലെ ആ ഒരു ഭാഷയും അതുപോലെ ശാന്തിവിളയുടെ പദപ്രയോഗങ്ങളും ഒരേപോലെ വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. ചുരുക്കത്തിൽ തന്റെ പക്കലുള്ള വീഡിയോ കാട്ടി ഭീഷണിപ്പെടുത്തുന്ന ശാന്തിവിളയും വിവാദങ്ങളിൽ നിന്ന് റീച്ച് ഉണ്ടാക്കി പണം കൊയ്യുന്ന രേണു സുധിയും ഒരേ നാണയങ്ങളുടെ രണ്ട് വശങ്ങളാണ്. ഇതിനിടയിൽ പാവസ്തുതിയുടെ പേര് മാത്രം അനാവശ്യമായിട്ട് വലിച്ചിഴക്കപ്പെടുന്നു. അതാണ് ഇവിടെ യഥാർത്ഥത്തിലെ ആ ഒരു വസ്തുത എന്ന് പറയുന്നത്. ശരിക്കും ഇതിന്റെ ഗൗരവകരമായിട്ടുള്ള വശങ്ങളിലേക്ക് ഒന്ന് നോക്കുവാണെങ്കിൽ, ശാന്തിവിള ദിനേശനും അതുപോലെ തന്നെ രേണു സുധിയും തമ്മിലുള്ള ഈ ഒരു പോര് കേവലം രണ്ട് വ്യക്തികളുടെ തമ്മിലുള്ള തർക്കമല്ല. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ സംസ്കാരത്തിന്റെ ചില ചീഞ്ഞ വശങ്ങളെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. ആദ്യത്തെ വശം എന്ന് പറയുന്നത് സദാചാര വിചാരണ. ഒരാൾ എന്തൊടുക്കുന്നു, എവിടെ പോകുന്നു, മദ്യപിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് പൊതുസമൂഹത്തിന് മുന്നിലിട്ട് വിചാരണ ചെയ്യുന്നതും എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് ഒട്ടും ആരോഗ്യകരമായിട്ടുള്ള ഒരു പ്രവണതയല്ല. നിയമം കയ്യിലെടുക്കുന്ന സദാചാര പോലീസിംഗിന്റെ മറ്റൊരു രൂപമാണിത്. ഇനി രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. വിമർശനങ്ങൾ വരുമ്പോൾ അതിലെ വസ്തുതകൾ നോക്കുന്നതിന് പകരം അതിനെ ഒരു കച്ചവട കണ്ണോടെ കാണുന്ന രീതിയാണ് രേണു സുധിയുടേത്. വിവാദമായാൽ റീച്ച് കൂടും, റീച്ച് കൂടിയാൽ വരുമാനവും കൂടും എന്നുള്ള ഈ ഒരു ലളിതമായിട്ടുള്ള സമവാക്യം സോഷ്യൽ മീഡിയ ഒരു തരംതാണ ഇടമാക്കി മാറ്റുകയാണ്. ഇനി മാറുന്ന മൂല്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, മുതിർന്നവരെ ബഹുമാനിക്കാത്ത ഭാഷയും സ്ത്രീകളെ തരം താഴ്ത്തി കാണിക്കുന്ന പദപ്രയോഗങ്ങളും ഒരേപോലെ തെറ്റാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ശാന്തിവിള ദിനേശൻ തന്റെ വിമർശനങ്ങളിൽ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ രേണു സുധി തന്റെ പ്രതികരണങ്ങളിലൂടെ ആ ഒരു വിവാദങ്ങളെ ആഘോഷമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആത്യന്തികമായിട്ട് രണ്ടുപേരുടെ ലക്ഷ്യം എന്താണ്? തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ വ്യൂസ് മാത്രമാണ്.
ഇവർക്കിടയിലെ ഈ ചെളിവാരി ഏറിയൽ കണ്ട് നമ്മൾ പ്രേക്ഷകർ ചേരി തിരിഞ്ഞ് അടികൂടുമ്പോൾ സത്യത്തിൽ നമ്മൾ ഇവർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ പേര് ഇത്തരം വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നതും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് വലിയ വേദനയുണ്ടാക്കുന്നുണ്ട്. എന്നാൽ വ്യക്തിഹത്യകൾക്കും സദാചാര വേട്ടയാടലുകൾക്കെല്ലാം പകരം മാന്യമായിട്ടുള്ള കലയും നിലവാരമുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങളുടെ നിലപാട് എന്താണെന്നും ശാന്തിവേള ദിനേശിന്റെ തുറന്നു പറച്ചിലുകളുമായിട്ട് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ, അതോ രേണു സുധി തന്റെ ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരം നയിക്കുന്നതിൽ തെറ്റില്ല എന്ന് കരുതുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക.